അടുപ്പിച്ച് പ്രതിമത്തിൻ്റെ രാഗം പാടിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. സാധാരണ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. കാരണം നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള രാഗങ്ങൾ തമ്മിൽ പാടിക്കുന്ന ചിലപ്പോൾ നമ്മൾ അവിടോട്ട് ചിലപ്പോൾ കയറി പാടില്ല അറിയാതെ. സത്യം പറയണത് അതുകൊണ്ടാകട്ടെ. അപ്പം നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ അതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത രാഗങ്ങൾ അടുപ്പിച്ച് മാറ്റി പാടണം എന്ന് പറയും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ പാടുന്ന അമൃതവർഷിണി, അതിന് മുമ്പ് പാടിയത് ഹംസനാഥം, അതിന് മുമ്പ് പാടിയത് സുഖേന്ദ്ര മധ്യമം. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ എല്ലാം പ്രതിമധ്യമാരാകുകയാണ്. ഇതും പ്രതിമധ്യമാരാകുകയാണ്. അപ്പം അതിൻ്റെ അറിയാതെ സംഭവിച്ചു പോയതാണ്. ഇത് ശരിക്കും ഇപ്പം പാടുന്ന രാഗം നമുക്ക് പന്തൂരാളി എന്ന രാഗമായിട്ട് വളരെ സിമിലറാണ്. അപ്പം നമ്മൾ അറിയാതെ പാടുന്ന അതിനകത്തോട്ട് പോകും. ചേച്ചി വായിക്കുമ്പോൾ ചേച്ചിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്കാണ്. അപ്പം നമ്മൾ ഇത് ഹംസനാദമാണ്. നമ്മൾ പാടുമ്പോൾ ശരിക്കും അങ്ങനെ സംഭവിക്കും. അങ്ങനെ നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചാൽ അത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. ചേച്ചിയുടെ ഹസ്ബൻഡിനാണ് എൻ്റെ അരങ്ങേറ്റത്തിന് വയലും വായിച്ചത് നാട്ടിൽ വെച്ച്. അപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവം അവിടെ ഉണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞ്, പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞില്ല, തുടക്കക്കാരനായതുകൊണ്ട് അത് അങ്ങനെ കണക്ഷൻസ് നമുക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല. അപ്പോൾ എന്നോട് ഇത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നീ എന്ത് പാടി, ഇത് രണ്ടും അടുപ്പിച്ച് പാടി പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളത് അറിയാതെ സംഭവിച്ചു പോയതാണ്. അപ്പം അറിയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറച്ച് പാനിക്കായിട്ടിരുന്ന് പാടുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രീഡം വേണം. പിന്നെ അങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ തെറ്റുകൾ ഇഷ്ടം പോലെ സംഭവിക്കാം. കാരണം പ്രത്യേകിച്ച് സംഗീതത്തിൽ അതിന് ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം ഞാൻ പാടിയപ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം ശരിക്കും പാടിയത് പന്തൂരാളിൽ ഇതെനിക്ക് പറയാതെ വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് വേണമെങ്കിൽ ആ രാഗത്തിലേക്ക് വേണമെങ്കിൽ എനിക്ക് പോകാം. സാധാരണ അങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ഉദ്ദേശിക്കും, അതങ്ങനെ വന്നില്ല എങ്കിൽ ആ രാഗത്തിലുള്ള കൃതികൾ അറിയാമെങ്കിൽ അത് കണക്ട്. ഇപ്പം നമ്മൾ പറയുന്നില്ല ഇന്ന കൃതി പാടാൻ പോകുന്നത് പറയുന്നില്ല. സാധാരണ അങ്ങനെ പോയില്ല. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്. ഇപ്പം അങ്ങനെ അല്ല. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതാ പാടാൻ പോകുന്നതെന്ന്. അപ്പം നമ്മൾ അതുമായിട്ട് കണക്റ്റഡാണ്. അപ്പം നമ്മൾ പന്തൂരാളി രാഗമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന രാഗമായതുകൊണ്ടാണ് ഇതിനകത്ത് അതുമായിട്ട് പഞ്ചമം ഇല്ലാന്നുള്ളത്. ഇത് പഞ്ചമ വർജ്യമായിട്ട് നമ്മൾ പാടുന്നുണ്ട്. ഇതിന് വിശേഷ പ്രയോഗങ്ങൾ എടുത്ത് എപ്പോഴും പാടിക്കൊണ്ടിരുന്ന കീർത്തനം കുറച്ച് പാടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വരും. പിന്നെ വരില്ല. രാഗം പാടുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചേച്ചി ഒന്ന് പറയുന്നത്. ചേച്ചിയുടെ കുഴപ്പമല്ല. ഞാനപ്പോൾ അങ്ങനെ അപ്പോൾ ചേച്ചി തന്നെ കൺഫ്യൂസ്ഡായി കാണും ഏതാ വായിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു. പക്ഷെ പാടി വന്നപ്പോൾ കുറച്ച് പന്തൂരാളിയിലേക്ക് ഒന്ന് സ്കിപ്പായി.